നമുക്ക് ആരെങ്കിലും രക്ഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കുറ്റം വിധിക്കുന്നത് നിർത്തണം എന്നൊരു പാഠം ഇതിനകത്തുണ്ട്. നമ്മൾ കുറ്റം വിധിച്ചുകൊണ്ട് ഒരിക്കലും ആരെയും രക്ഷിക്കാൻ നമുക്ക് പറ്റത്തില്ല. പിശാചിന്റെ സ്വഭാവം എപ്പോഴും കുറ്റപ്പെടുത്തുകയാണ്, കുറ്റം വിധിക്കുകയാണ്. ദൈവവും ദൈവത്തിന്റെ ആത്മാവുള്ള വ്യക്തികളോ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല. ദൈവം നമ്മളെത്ര ചതഞ്ഞ് ഞാങ്ങണ പോലെയാണെന്ന് കണ്ടാലും, എത്ര പുകയിൽ തിരി പോലെയാണ് നമ്മുടെ ജീവിതം, ഒരിക്കലും നമ്മളെ അവസാനിപ്പിച്ച് കളയാൻ ഉപേക്ഷിക്കുകയില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്നുള്ള ഈശോയുടെ ഉപദേശം ഒരു പൊതുശീർഷകമാക്കി എടുത്തുകൊണ്ട് കർത്തൃ പ്രാർത്ഥനകൾ നമ്മൾ നടത്തുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 36ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരനെ, സ്വർഗസ്ഥനായ പിതാവെയും നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്ന ആരെയാണ് നമ്മൾ അറിയുക എന്നത് മർമ്മപ്രധാനമായ കാര്യമാണ്. അവിടെ നമ്മൾ ഈ സെഷനുകളിൽ കുറേ സെഷനുകളായിട്ട് നമ്മുടെ പിതാവ് ആരാണെന്ന് അറിയാനായിട്ട് ശ്രമിക്കുകയാണ്. ലൂക്കോയുടെ സുവിശേഷം 10ാമത്തെ അധ്യായത്തിന് 22ാമത്തെ വചനത്തിൽ ഈ അല്പം നൊമ്പരത്തോടെ പറയുന്നുണ്ട് ശിഷ്യന്മാരോട്, പിതാവ് ആരാണെന്ന് പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ മനസ്സാകുന്നു അവനുമല്ലാതെ ആരും അറിയുന്നില്ല. ഈശോ പറയുകയാണ്, പിതാവ് ആരാണെന്ന് പുത്രൻ അറിയുന്നുണ്ട്. പുത്രൻ അറിയുന്നത് നമ്മളെങ്ങനെ അറിയുന്നത്? പുത്രൻ ആർക്ക് വെളിപ്പെടുത്തുന്നോ അവൻ മാത്രം. ആർക്കാ വെളിപ്പെടുത്തിയിരിക്കുന്നത്? നമുക്ക്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ നമ്മൾ പുത്രൻ വെളിപ്പെടുത്തിയിരിക്കുന്ന പിതാവിനെ നമ്മളൊന്ന് അറിയാൻ നോക്കുകയാണ് ഈ സെഷനുകളിലൂടെ. നമ്മൾ സ്വർഗസ്ഥനായ പിതാവെന്ന് വിളിക്കുമ്പോൾ മർമ്മപ്രധാനമായ കാര്യമാണ്. നമ്മൾ ആ ഒരു പ്രാർത്ഥന വെറുതെ യാന്ത്രികമായിട്ട് ഉരുവിട്ട് ചെല്ലിയാൽ പോരാ. അതിന് ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കണം. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലെ 7 യാചനകളിൽ ആദ്യത്തെ യാചന, അങ്ങയുടെ നാം പൂജിതമാകണമേ. ആ പൂജിതമാകുന്ന അവസ്ഥയിൽ അവിടുത്തെ നാമം നമ്മുടെ ഉള്ളിൽ കെട്ടണം. നമ്മളെ കാണുകയായിരുന്നല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി, സ്വർഗസ്ഥനായ പിതാവ് എന്തുമാത്രമാണ് സ്നേഹിക്കുന്നത്. ആ സ്നേഹം ക്ഷമയിലൂടെ പ്രകടമാകുന്നു. അപ്പൊ നമുക്ക് ഒരു പാവം ഉണ്ടായിക്കഴിഞ്ഞാൽ സാത്താൻ വല്ലാത്ത കുറ്റബോധം ഉണ്ടാക്കിക്കൊണ്ട് ദൈവത്തിന്റെ പക്കൽ നിന്ന് ഓടി അകലാനുള്ള ദുഷ്പ്രേരണ നടക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു. ആ ദുഷ്പ്രേരണയെ ഈശോ കെടുത്തി കളയണം, തീർത്ത് കളയണം, മായിച്ചു കളയുകയാണ്. അതിന് നിരവധിയായ വചന പ്രബോധനങ്ങളിലൂടെയും ഉപമകളിലൂടെയും ജീവിത പ്രവൃത്തികളിലൂടെയും കാണുകയുണ്ടായി. യോഹന്നാൻ 8:1 വാക്കുകൾ രേഖപ്പെടുത്തുന്നതായ വ്യഭിചാരിണിയെ കല്ലെറിയാൻ കൊണ്ടിടുന്ന രംഗം. അതിനവസാനത്തിൽ പറഞ്ഞു ഈശോ ആ സ്ത്രീയോട്, ഇനി പാപം ചെയ്യരുത്, നീ പൊക്കോ, ഞാൻ വിധിക്കുന്നില്ല. ഭൂമിയിലേക്ക് പിതാവ് ഈശോയെ അയച്ചത് വിധിക്കാനല്ല, രക്ഷിക്കാനാണ് എന്ന് ഈശോ പറയുന്നത് യോഹന്നാൻ സുവിശേഷം 12ാമത്തെ അധ്യായത്തില് 47-48 വാക്യങ്ങളിലും, യോഹന്നാൻ സുവിശേഷം 3ാം അധ്യായത്തില് 17ാം വാക്യത്തിൽ നമുക്ക് കാണാം. വിധിക്കാനല്ല, രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞാൽ വിധിക്കാൻ വരുന്ന വ്യക്തി രക്ഷകനാവുകയില്ല എന്നുള്ള വലിയൊരു അടിസ്ഥാന പ്രമാണമുണ്ട്, അടിസ്ഥാന പ്രമേയമുണ്ട്, അടിസ്ഥാന യാഥാർത്ഥ്യമുണ്ട്. വിധിക്കുന്ന വ്യക്തി, ഭൂമിയിലെ കോടതിയാണെങ്കിൽ പോലും ഒരു വ്യക്തി ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ ബന്ധപ്പെട്ട വ്യക്തികളെല്ലാം വിചാരണ ചെയ്തിട്ട് അവസാനം വരുമ്പം ഒന്നുകിൽ പ്രതി കുറ്റക്കാരനല്ല എന്ന് പ്രഖ്യാപിച്ച് വെറുതെ വിട്ടേക്കും. അതല്ല എങ്കിൽ പ്രതി കുറ്റക്കാരനാണ് എന്ന് വിധിക്കും. അപ്പൊ കുറ്റക്കാരനാണ് എന്ന് കുറ്റം വിധിച്ചാൽ പിന്നെ കോടതി ശിക്ഷ പ്രഖ്യാപിക്കും. അപ്പൊ തന്നെയോ അടുത്ത ദിവസമോ. അപ്പൊ കുറ്റം വിധിച്ചാൽ പിന്നെ ശിക്ഷയാണ് പുറകെ. ഇത്ര ദിവസം, ഇത്ര വർഷങ്ങൾ ജയിലിൽ കിടക്കുക, ഇത്ര തുക അടയ്ക്കുക, എന്താന്നാ ശിക്ഷാവിധി ഉണ്ടാവും. കുറ്റം വിധിച്ചാൽ ശിക്ഷാവിധി ഉണ്ടാവും. അപ്പൊ കുറ്റം വിധിക്കുന്ന വ്യക്തി ശിക്ഷിക്കുകയാണ്, എന്നാൽ രക്ഷകനാകുന്ന വ്യക്തി കുറ്റം വിധിക്കുകയില്ല. അപ്പൊ നമുക്ക് ആരെങ്കിലും രക്ഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കുറ്റം വിധിക്കുന്നത് നിർത്തണം എന്നൊരു പാഠം ഇതിനകത്തുണ്ട്. നമ്മൾ കുറ്റം വിധിച്ചുകൊണ്ട് ഒരിക്കലും ആരെയും രക്ഷിക്കാൻ നമുക്ക് പറ്റത്തില്ല. പിശാചിന്റെ സ്വഭാവം എപ്പോഴും കുറ്റപ്പെടുത്തുകയാണ്, കുറ്റം വിധിക്കുകയാണ്. വെളിപാട് പുസ്തകത്തില് 12ാമത്തെ അധ്യായത്തില് 10ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് കാണാം, രാപകൽ ദൈവസമക്ഷം നമ്മുടെ സഹോദരനെ പഴി പറയുകയും ദുഷിച്ച് സംസാരിക്കുകയും ചെയ്യുന്നവനാണ് പിശാച്. അവരെപ്പോഴും കുറ്റപ്പെടുത്താൻ നോക്കും. നമ്മൾ കാണുകയുണ്ടായി, ഒരു പാപത്തിലേക്ക് പിശാച് നമ്മെ പ്രേരിപ്പിക്കും. വളരെ വശീകരിച്ചുകൊണ്ട് ആകർഷകമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കും. പക്ഷെ പാപത്തിൽ വീട് കഴിയുമ്പോഴേ അവന്റെ ആയുധം പുറത്തെടുക്കും. കുറ്റപ്പെടുത്തലാണ്. പക്ഷെ ദൈവം ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല.
പരിശുദ്ധാത്മാവാണ് പാപത്തെക്കുറിച്ച് ബോധ്യം നൽകുന്നത് എന്ന് പറയുന്ന യോഹന്നാൻ സുവിശേഷം 16-ാമത്തെ അധ്യായത്തില് 9, 10, 11 വാക്യങ്ങൾ വായിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പം പാപത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുമെന്നല്ല, ബോധ്യപ്പെടുത്തുമെന്നാണ് പറയുന്നത്. പാപത്തെക്കുറിച്ച് പറയും പോലും പരിശുദ്ധാത്മാവ് ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല, ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് മത്തായി 18-15 വാക്യത്തിൽ കാണാവുള്ള സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവൻ തനിച്ചായിരിക്കും, ആ തെറ്റവനും ബോധ്യപ്പെടുത്തുക, കുറ്റപ്പെടുത്തരുത്. പരസ്യമായിട്ട് കുറ്റപ്പെടുത്തരുത്, തനിച്ച് കാണുമ്പോഴും കുറ്റപ്പെടുത്തരുത്. ബോധ്യപ്പെടുത്താൻ പറ്റുമോ നോക്കുക. ദൈവവും ദൈവത്തിന്റെ ആത്മാവുള്ള വ്യക്തികളോ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തില് 15 തിരുവചനങ്ങളില് ഈശോ കൊല്ലാൻ കുറെ ആൾക്കാർ കോപ്പ് കൂട്ടുമ്പോൾ അത് മനസ്സിലാക്കി ഈശോ അവിടെ നിന്ന് പിൻവാങ്ങുന്നതായിട്ട് മത്തായി രേഖപ്പെടുത്തുന്നുണ്ട്. അത് രേഖപ്പെടുത്തി കഴിയുമ്പം യെശയ്യാ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ കാരണം എന്താണെന്ന് മത്തായി വിശദീകരിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരണ കൊടുത്ത് മത്തായി ചെയ്യുന്നുണ്ട്. ഇത് യെശയ്യാ വഴി അരുളി ചെയ്യപ്പെട്ട പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. ഇതാ എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ചെയ്യുകയില്ല, അവൻ ശബ്ദം തിരുവിത് അത് കേൾക്കുകയില്ല. ഓർക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പറയുകയാണ്, ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകയും തിരികെടുത്തുകയില്ല. ദൈവം നമ്മളെത്ര ചതഞ്ഞ ഞാങ്ങണ പോലെയാണെന്ന് കണ്ടാലും, എത്ര പുകയും തിരി പോലെയാണ് നമ്മുടെ ജീവിതം, ഒരിക്കലും നമ്മളെ അവസാനിപ്പിച്ച് കളയാൻ ഉപേക്ഷിക്കുകയില്ല. ചതഞ്ഞ ഞാങ്ങണ എന്ന് പറയുമ്പോൾ ശിമയോൻ എന്ന പേരിന്റെ ഒരർത്ഥം ഞാങ്ങണ എന്നും കൂടിയുണ്ട്. പത്രോസ് ശിമയോൻ ഒരു ഞാങ്ങണ പോലെ, ഞാങ്ങണ ഇങ്ങനെ ബലമില്ലാത്തതാണ്, കാറ്റത്തിറങ്ങുന്ന ഞാങ്ങണ. അത് ചതഞ്ഞും കൂടെ പോയാലോ ഒന്നിനും കൊള്ളത്തില്ല. പത്രോസ് എന്താണ് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഒരു ചഞ്ചലക്കാരൻ, എടുത്തിയാട്ടക്കാരൻ, അങ്ങനെയൊക്കെ ഉള്ള ഒരു പത്രോസ്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിന്നെ ഞാൻ പാറയാക്കും. കേപ്പ, പീറ്റർ, പത്രോസ്, പാറയാക്കും. അപ്പൊ ചതഞ്ഞ ഞാങ്ങണ പോലെയുള്ള പത്രോസ് കൂട്ടത്തിൽ കൊണ്ടുനടന്ന് സ്നേഹം കൊടുത്തും കാണിച്ചു കൊടുത്തും എടുക്ക് തിരുത്തല് കൊടുത്തു വഴക്ക് പറഞ്ഞ് എല്ലാം ആയിട്ട് ഉറച്ച പാറ പോലെ ഈശോയ്ക്ക് വേണ്ടി കുരിശിനെ തലകീഴായി മരിക്കാൻ സന്നദ്ധതയുള്ള സകല ഒന്നാമത്തെ മാർപ്പാപ്പയാക്കി മാറ്റിയെടുത്തു. തമ്പുരാൻ ഇതാണ് ചെയ്യുന്നത്. സ്നേഹിച്ച് കൽക്കരി കെട്ടിയ വൈഡൂര്യമാക്കിയ എന്ന് പറഞ്ഞൊക്കെ നമ്മൾ പാടുമ്പോൾ അത് തന്നെയാണ്. ഇനി ചതഞ്ഞ അങ്ങനെ പോലെ മറുവശത്ത് പുകയുന്ന തിരി, ഈശ്വര കൂടെ കിട്ടിയ 12 പേരിൽ യൂദാസ് ഇസ്കറിയോത്തെ പ്രത്യേകിച്ച് പുകയുന്ന തിരിയായിരുന്നു. പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് കാരണവന്മാര് പറയും പഴമൊഴിയായിട്ട്. പക്ഷേ തമ്പുരാൻ പറയുന്ന പുകഞ്ഞ കൊള്ളിയും അകത്ത് പുകയുന്ന തിരി കെടുത്തുകയില്ല. അതിനെ കെടുത്തി കളയാതെ, നശിപ്പിച്ച് കളയാതെ എന്തെങ്കിലും തീനാളം ജ്വലിച്ച് കയറി വന്നേക്കുന്ന പ്രതീക്ഷ കൂടെ കൊണ്ട് നടക്കും. അങ്ങനെ എത്ര പുകയുന്ന തിരി ഈശ്വര കൂടി ഉണ്ടായിരുന്ന 12 അപ്പസ്തലന്മാരില് തോമാശ്ലീഹായുടെ അവിശ്വാസവും സംശയ പ്രകൃതവും, അല്ലെങ്കിൽ കാനാൻകാരൻ ശിമയോന്റെ തീവ്രവാദപരമായ നിലപാടുകൾ, ഇങ്ങനെയൊക്കെയുള്ള പല പുകയുന്ന അവസ്ഥകളൊക്കെ ആയിട്ട് വരുമ്പോഴും ഈശ്വരൻ ആരെയും കളഞ്ഞില്ല. യൂദാസ് ഇസ്കറിയോത്ത് എപ്പോഴും പിറുപിറുത്ത് ഇങ്ങനെ കൂടെ നടക്കും. ഒരു പുകയുന്ന തിരി ഭരിക്കാത്തതുണ്ടെങ്കിൽ കണ്ണും നീറും, മൂക്കൊലിക്കും, ശ്വാസം മുട്ടും. അതങ്ങനത്തെ അവസ്ഥയാണ് ഈ ഇങ്ങനെയുള്ള അപ്പസ്തലന്മാരൊക്കെ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈശോ അവരെല്ലാം വെച്ചുകൊണ്ടിരുന്നത്. അവസാനം യൂദാസ് ഇസ്കറിയോത്ത് ഒട്ടും വഴങ്ങാതെ അവസാനം വരെ വന്നിട്ട് സാത്താനെ അകത്ത് കയറ്റുന്ന കാണുക മാത്രമാണ് ഈശോ പറയുന്നത്, നീ ചെയ്യാനിരിക്കുന്ന വേഗം ചെയ്തു. എന്നിട്ടവർ ഉപേക്ഷിക്കുന്നില്ല. സാത്താനെ അകത്ത് കയറ്റി വെച്ചിട്ട് ഈശോയെ വിറ്റ 30 വെള്ളിക്കാശ് പോക്കറ്റിലിട്ടത് കിലുങ്ങാതെ പൊത്തിപ്പിടിച്ചോണ്ട് അടുത്ത് വന്ന് പുഞ്ചിരിച്ചോണ്ട് വഞ്ചനയുടെ ചുംബനം തരാൻ വരുമ്പോഴും ഈശോ തള്ളിക്കളയുന്നില്ല. സ്നേഹിത എന്നാണ് വിളിക്കുന്നത്. അപ്പൊ തമ്പുരാന്റെ ശൈലി ഇങ്ങനെയാണ്. ദൈവം ഒരിക്കലും വിധിച്ച് മാറ്റിവെക്കുകയല്ല. വിധിച്ച് മാറ്റിവെക്കാൻ ദൈവത്തിന് പറ്റത്തില്ല. ദൈവത്തിന് സ്നേഹം മാത്രമേ ഉള്ളൂ. കുറ്റപ്പെടുത്തി വിധിച്ച് വെറുത്ത് ഉപേക്ഷിക്കുക ദൈവത്തിന്റെ ശൈലിയല്ല. ചന്ദനത്തടിക്ക് അതിനെ എത്ര വെട്ടിക്കീറി കൊത്തി പൊളിച്ച് പിച്ച് ചീന്തി അരിഞ്ഞ് അരച്ച് തീരിട്ട് എത്ര കത്തിച്ച് കരിച്ചാലും, എത്ര അതിനെ ഇങ്ങനെ പീഡിപ്പിച്ചാൽ പോലും അതിന്റെ ഒരു ഘട്ടത്തിൽ ചന്ദ്രത്തടിക്ക് പറയാൻ പറ്റിയല്ല, ഇനി ഞാൻ ദുർഗന്ധം കൊടുക്കാൻ പോവുക. പറയത്തില്ല, പറയുകയില്ല, പറഞ്ഞ് നടക്കുകയില്ല. അതിന് സുഗന്ധം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, ചന്ദ്രത്തടിക്ക് സുഗന്ധം മാത്രമേ ഉള്ളൂ. ഈശോയെ കുരിശന്റെ വഴിയിലൂടെ എന്തെല്ലാം രീതിയിൽ ആൾക്കാർ പെരുമാറുന്നു. ഒറ്റിക്കൊടുക്കല്, ചമ്മട്ടി അടിക്കല്, മുൾമുടി, പരിഹാസം, തുപ്പല്, ഉന്തിത്തള്ളല്, കുരിശന്റെ വഴി ആണി അടക്കി, എന്തെല്ലാം പരിഹാസം എന്ന് പറയേണ്ടത്. നീ ഇറങ്ങുക, നീ രാജാവാണെ ഇറങ്ങുക, ദൈവത്തെ സ്വയം രക്ഷിക്കുക. ഇങ്ങനെയുള്ള നിരവധിയായ പീഡനവും പുച്ഛവും പരിഹാസം എല്ലാം വരുന്നിടത്തും ഈശോയുടെ പറയുന്നു, ഒരിക്കൽ പോലും നീ പോടാ, നീ മറ്റവനെ നീ അനുഭവിക്കും. ഇല്ല, ചന്ദ്രത്തടിക്ക് ഒരിക്കലും ദുർഗന്ധം കൊടുക്കാൻ മേലാത്ത പോലെ ഈശോയ്ക്ക്, ദൈവത്തിന് ഒരിക്കലും ഇതിന് കൊടുക്കാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തെ നമ്മളൊന്ന് അറിയണം, അനുഭവിക്കണം. ദൈവത്തിന്റെ സ്നേഹം നമ്മൾ
എത്ര പാപം ചെയ്താലും കുറയുന്നില്ല. കണ്ട കാര്യം ഓർമ്മിക്കണം. മറിച്ച് ആ സ്നേഹം മുറിയുന്നതേ ഉള്ളൂ. മുറിയുന്ന സ്നേഹത്തോടെ നമുക്ക് കാത്തു നിൽക്കുകയാണ്. ഈ ദൈവത്തെക്കുറിച്ച് നമുക്ക് പൗലോസ് തിമോത്തിക്ക് പറഞ്ഞ ദിവസം കണ്ടല്ലോ, നീ അവധാനതാപൂർവ്വം ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് ഇതെല്ലാം മനുഷ്യരുടെ കഴിവ് ദൈവം നിനക്ക് തരുകും എന്ന് തിമോത്തിയോസിനോട് പുസ്തകം പറയും. നമുക്ക് കേൾക്കാം. ഈശോ പറയും, നൊമ്പരം പിതാവ് ആരാണെന്ന് പുത്രനെ അറിയുന്നുള്ളൂ. ഒരു പുത്രൻ വെളിപ്പെടുത്താൻ മനസ്സാകുന്നവർ അത് നമ്മളാണ്. ഏത് ശിഷ്യന്മാരെ വിളിച്ച് അവരോട് മാത്രമായിട്ട് ഈശോ പറയുന്നത്, നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാതുകൾ ഭാഗ്യമുള്ളത്, നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകളും ഭാഗ്യമുള്ളത്. ശിഷ്യന്മാരെ വിളിച്ച് പറയുക, ശിഷ്യരായിട്ട് ഈശ്വരപാദങ്ങളിലേക്ക് വന്നിരിക്കുന്നവർക്ക് ദൈവരായ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നു. അന്ന് ആ 12 അപ്പസ്തലന്മാർ ആയിരുന്നു അങ്ങനെ ഇരുന്നത്. ഇന്ന് നമ്മളായിരിക്കുന്നത്. അവിടെ നമ്മുടെ ഈ വചനവിചിന്തന പരമ്പരയുടെ ഓരോ സെഷനും മുന്നോട്ട് നീങ്ങുമ്പോഴും ഈശോയുടെ പാദങ്ങളെ ക്ഷമാപൂർവ്വം ഈശോയുടെ ശിഷ്യരെ പോലെ ഇരുന്നു കൊണ്ട് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനപരമായ മേഖലയാണ് പിതാവ് ആരാണ് എന്ന് പുത്രൻ വെളിപ്പെടുത്തുന്നത്. തിരിച്ചറിയുക, സ്വീകരിക്കുക, സ്വന്തമാക്കുക എന്നുള്ളത്. അങ്ങനെ നമുക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ എൻ്റെ ഉള്ളത്തിൽ എന്ന് അവിടുത്തെ അറിയുന്നതിന് മാധുര്യത്തെ സ്നേഹത്തോടുകൂടെ പ്രാർത്ഥിക്കാനാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യവും എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.